PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്ക് നമ്മളിപ്പോൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ. ദെൻ 9 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള സയൻസിൻ്റെ ക്ലാസ്സാണ്. നമ്മളിപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് 12 മണിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അത് കഴിയുമ്പോൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരു ആഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ, അത് നമ്മൾ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള 3 ഭാഗം, അതായത് 9 മണിക്കും 6 മണിക്കും 12 മണിക്കും പഠിപ്പിച്ചിട്ടുള്ള GK പോർഷൻസ്, ആ ഭാഗത്ത് നിന്നും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. വിത്ത് എക്സ്പ്ലനേഷനാണ്, ലൈവായിട്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്, അതും ലൈവായിട്ടാണ്. അപ്പോൾ 2 ലൈവും 4 റെക്കോർഡഡ് ക്ലാസ്, അങ്ങനെ 6 ക്ലാസ്സുകളാണ് നമ്മൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. എപ്പോഴും പറയുന്നത് പോലെ നോട്ട് തയ്യാറാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള PDF കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ടെലിഗ്രാമിൽ പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നമ്മൾ കൃത്യസമയത്ത് അത് ഷെയർ ചെയ്ത് തരും ടെലിഗ്രാമിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ 2 ക്ലാസ്സായിട്ട് നമ്മൾ ഭിന്നസംഖ്യ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ദശാംശ സംഖ്യകളാണ്. അപ്പോൾ ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും അങ്ങനെയൊക്കെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ, പോയിൻ്റൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ള വഴിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ് റൂം സെഷനായിട്ട് ബോർഡൊക്കെ വെച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്? ദശാംശ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പോയിന്റ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് ദശാംശ സംഖ്യകൾ എന്ന് പറയാം. 0.5, 0.007, 1.2 ഇങ്ങനെ പോയിന്റ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡെസിമൽ നമ്പേഴ്സ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഈ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് വരുന്നത്? ഈ പോയിന്റ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ 5/10, 5നെ നമ്മൾ 10 കൊണ്ട് ഹരിക്കുവാണ്. 5നെ 10 കൊണ്ട് ഹരിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ പഠിച്ചല്ലോ. 5 ഹരിക്കണം 10 ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? 10 എന്ന് പറയുന്നത് 5ൽ പോകുമോ എന്ന് നോക്കാം. പോവില്ല. ഇനി നമുക്കിവിടെ വേറെ സംഖ്യകളൊന്നും കൂട്ടിയെടുക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തം സംഖ്യയും പോകുന്നില്ല, ഏതും ഇല്ല ഇറക്കിയിടാനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മുകളിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? സംഖ്യയിൽ പോകുന്നില്ല, ഇനി ഇറക്കിയിടാനൊന്നുമില്ല, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി 10 50ൽ എത്ര പ്രാവശ്യം പോകും? 5 10 50. ഇപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.5 എന്ന് കിട്ടി. ഓക്കെ, 5/10 ചെയ്തപ്പോൾ 0.5 എന്ന് കിട്ടി അല്ലേ? 0.5. ഇനി 5/100 ആണെന്ന് വിചാരിക്കാം. 5 ഹരിക്കണം 100 ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇതുപോലെ തന്നെ 100 5ൽ പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ? ഇനി ഒന്നും ഇറക്കിയിടാനൊന്നുമില്ല, അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുത്തു, ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കും. 100 50ൽ പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും നമുക്കൊരു 0ൻ്റെ ആവശ്യമുണ്ട് അല്ലേ? പോയിന്റ് ഇട്ടിട്ട് പോയില്ല, 50ൽ വീണ്ടും പോകുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യണം? മുകളിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 0 കൂടി മുകളിൽ ഇട്ടാൽ പോരാ, ഇവിടെയും ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 500 ആയി. 500ൽ ഇനി എത്ര പ്രാവശ്യം 100 പോകും? 5 പ്രാവശ്യം പോകും. 5 100 500. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? പോയിന്റ് അല്ലേ? 0.05 എന്ന് നമുക്ക് കിട്ടി.
ഇനി 5നെ തന്നെ 1000 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കാം. 5നെ 1000 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 1000 5ൽ പോകുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ഇറക്കിയിടാൻ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 50ൽ പോകുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും 0 ഇട്ട് കൊടുത്തു. വീണ്ടും എന്ത് ചെയ്യണം? ഇതിൽ പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും 0 ഇട്ട് കൊടുക്കുക. 500ൽ പോവില്ല. അപ്പോൾ വീണ്ടും 0 ഇട്ട് കൊടുത്തു. വീണ്ടും 5000ൽ പോകുമോ? 5000ൽ പോകും അല്ലേ? 1000 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം പോകും. 5000 5000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എത്ര ആൻസർ കിട്ടി? 5/1000 എന്ന് പറയുന്നത് 0.005 അല്ലേ? അപ്പോൾ എന്താണ് ഈ ആൻസറിൻ്റെ എല്ലാം പ്രത്യേകത? ഇങ്ങനെ ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം. പക്ഷെ അത് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, 5നെ 10 കൊണ്ട് ഹരിച്ചപ്പോൾ 0.5, 5നെ 100 കൊണ്ട് ഹരിച്ചപ്പോൾ 0.05, 5നെ 1000 കൊണ്ട് ഹരിച്ചപ്പോൾ 0.005. എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത? ഇവിടെ 5/10 ആയിരുന്നപ്പോൾ 10ന് എത്ര 0 ഉണ്ട്? 1 0 ആണ് അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം. ഇവിടെ 5/100 എന്ന് പറയുമ്പോൾ ഇവിടെ 2 0 ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2. ഇവിടെ 1000ന് 3 0 ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 2 3. കണ്ടോ? അപ്പം നമ്മൾ താഴെ ഹരിക്കുന്നത് 10 100 1000 10000 എത്രയാണെങ്കിലും അതിൽ എത്ര 0 ഉണ്ടോ അത്രയും സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. അതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ഇവിടെ 0.5 എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയണം 5നെ 10 കൊണ്ട് ഹരിച്ചതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമേ ഉള്ളൂ. മനസ്സിലായോ? പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമേ ഉള്ളൂ. ഇനി ഇവിടെ 0 പോയിന്റ് നോക്കുക, 0.007. 007 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ട്? എത്ര സ്ഥാനമുണ്ട്? 1 2 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇവിടെ 7 ആണുള്ളത്. അപ്പോൾ 7നെ 3 സ്ഥാനം ഉള്ളതുകൊണ്ട്, അതായത് 1000 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ഇത്. ഇവിടെ 1.2 പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2, 1 സ്ഥാനമേ ഉള്ളൂ അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമായതുകൊണ്ട് ഈ പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യ എത്രയാണ്? 12. 12നെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം വേണമെങ്കിൽ 10 കൊണ്ട് ഹരിച്ചതായിരിക്കും 1.2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സ്ഥാനം വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ നോക്കുക, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എഴുതുക? ഹരിക്കാണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 5/10 എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ 5/10 ആണെങ്കിൽ ഈ 5 ആയിരിക്കും നമ്മുടെ ആൻസറിൽ ഉണ്ടാവുക. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം എന്നുള്ളത് താഴെ നോക്കുക. 10ൽ ഇവിടെ 0 ആണ് അല്ലേ? അപ്പോൾ 1 സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഈ 5 കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം ആയില്ലേ? ഇനി 5/100 ആവുമ്പോൾ 5 ഇവിടെ എഴുതി, ഇവിടെ 2 0 ആണ് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 2 സ്ഥാനം വേണം. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു സംഖ്യയുള്ളൂ. അപ്പോൾ 2 സ്ഥാനം വേണമെങ്കിൽ എന്ത് ചെയ്യുക? ബാക്കിൽ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായി. ഇനി 5/1000 ആവുമ്പോൾ എന്ത് ചെയ്യുക? 5 ഇവിടെ ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 0 ആണ് 1000-നുള്ളത് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. ഇവിടെ 5 എന്ന് പറയുന്നത് ഒരു സംഖ്യയുള്ളൂ. അപ്പോൾ 3 സ്ഥാനം ആക്കണമെങ്കിൽ ബാക്കിലോട്ട് 2 0 ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് 0.05. ഈ രീതിയിലാണ് നമ്മൾ ദശാംശ സ്ഥാനമാക്കിയിട്ട് എഴുതുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി ഈ ദശാംശ സ്ഥാനത്തെ സാധാരണ സംഖ്യയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് ഗുണിച്ചാൽ മതി. ഇവിടെ 0.5 ആണ്. 0.5നെ 5 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0.5നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനമായതുകൊണ്ട് 10 കൊണ്ട് ഗുണിക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 0.05നെ 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 5 കിട്ടും. 0.0005നെ 1000 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. മനസ്സിലായോ? 0.5 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനമായതുകൊണ്ട് അതിനെ ഒരു 0 ഉള്ള 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇവിടെ 0.05 ആണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 0 ഉള്ള 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് സാധാരണ സംഖ്യ ആക്കിയിട്ട് 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി 0.005 പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടെങ്കിൽ അതിനെ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 5 ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ദശാംശ സംഖ്യ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ആ ദശാംശ സംഖ്യനെ ഒരു സാധാരണ സംഖ്യ ആക്കിയിട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ദശാംശ സംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കലും ഒക്കെ പഠിക്കാം. ഇവിടെ നോക്കുക, 3 + 1.6 എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ തമ്മിൽ കൂട്ടുക? ഇവിടെ നോക്കുക, ആദ്യം 3 അല്ലേ പ്ലസ്
ഞാൻ എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് പ്ലസ് ഇട്ടത്? ഇവിടെ 1.6 ആണ്, അതുകൂടെ എഴുതാനുള്ള സ്ഥലം വേണ്ടേ? അപ്പോൾ 3 + 1.6. ഈ 1 എവിടെയാണ് എഴുതേണ്ടത്? നമ്മൾ ഏത് സംഖ്യയും തുടങ്ങുമ്പോൾ ആദ്യത്തെ സംഖ്യ തുടങ്ങി അതേ പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.6, 1 3ൻ്റെ താഴെ എഴുതുക, 0.6. എങ്ങനെയാണ് ഇത് കൂട്ടുക? ഇവിടെ പ്രത്യേകിച്ച് സംഖ്യ ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റിന് നേരിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നും ഇട്ടില്ലെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് ഈ 6നെ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അതുപോലെ ഇറക്കി എഴുതാം. ഈ പോയിന്റിനെയും അതുപോലെ ഇറക്കി എഴുതാം. 3ഉം 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 4. അപ്പം 4.6 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 0.4 + 0.3 എങ്ങനെയാണ് എഴുതുക? 0.4 + 0.3 എന്ന് പറയുന്നത് അതിൻ്റെ നേരിട്ട് തന്നെ എഴുതാം. ഓക്കെ, 0.4 + 0.3. പോയിന്റ് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഡെസിമൽ നമ്പേഴ്സിൻ്റെ കേസിൽ പോയിന്റ് കറക്റ്റ് ഒരേ നിരയിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക. 4ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 7. പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുക. 0ഉം 0ഉം കൂടെ കൂട്ടി എത്രയാണ്? 0. അപ്പോൾ 0.7 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, പോയിന്റ് ഒരേ നിരയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നമ്പേഴ്സ് നോക്കുക. 5.87 + 0.3 എങ്ങനെയാണ് എഴുതുക? ആദ്യം 5.87 + 0.3. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ 0 എവിടെയാണ് എഴുതുക? 0 പോയിന്റ് ഒരേ നിരയിൽ വരണം. 0.3 എഴുതി. ഇനി ഇവിടെ 7, ഇവിടെ താഴെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ ഇറക്കി എഴുതുക. 8ഉം 3ഉം കൂടി കൂട്ടി എത്രയാണ്? 11. ഇവിടെ പോയിന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ മൊത്തം 11 എന്ന് എഴുതി വെക്കാൻ പാടോ? എന്നിട്ട് ഇവിടെ 5 ഇട്ട് കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. നമ്മൾ എന്നും എങ്ങനെയാണോ സാധാരണ കൂട്ടുന്നത് എങ്ങനെയാണോ അത്രയും തന്നെ അതുപോലെ തന്നെ കൂട്ടുക. ഇടയിലൊരു പോയിന്റ് ഉണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 8ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 11. 11ൻ്റെ 1 ഇവിടെ എഴുതുക. ബാലൻസ് 1 ഇവിടെ ശിഷ്ടം പോകും. ഈ പോയിന്റ് നടുക്കുള്ളത് അതുപോലെ ഇറക്കി എഴുതുക. ഈ 5ഉം ബാലൻസ് ഉള്ള 1ഉം കൂടെ കൂട്ടുക. അപ്പോൾ 5ഉം 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 6. അപ്പോൾ 6.17 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സാധാരണ കൂട്ടുന്നത് പോലെ തന്നെ ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ടെന്നേ ഉള്ളൂ. ആ പോയിന്റ് ഒരേ നിരയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 4.08 + 4.821 എവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം? 4ൻ്റെ താഴെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 4.821 എഴുതി. ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാതെ അതുപോലെ ഇറക്കി എഴുതാം. ഇവിടെ 8ഉം 2ഉം കൂടെ കൂട്ടിയാൽ 10 ആണ്. 10നെ എന്ത് നമ്മൾ എഴുതുക? 0 എഴുതും. ബാലൻസ് 1 എവിടെ പോവും? അടുത്ത നമ്പറിന് മുകളിൽ പോവും. 8ഉം ഈ ബാലൻസ് 1ഉം കൂടെ കൂട്ടുമ്പോൾ 9. ഇവിടെ 0 അല്ലേ. അപ്പോൾ 9 എഴുതി. ഈ പോയിന്റ് എന്ത് ചെയ്യുക? അതുപോലെ ഇറക്കി എഴുതുക. 4ഉം 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 8. നമ്മുടെ ആൻസറായി 8.901 എന്ന് കിട്ടി. ഓക്കെ, പോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള വരിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. തുടങ്ങുന്നത് എഴുതുന്നതും ഒരേപോലെ ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നോക്കുക. 4 + 0.02 എങ്ങനെയാണ് എഴുതുക? 4 + 0.02 0.02. ഓക്കെ, 0 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ എഴുതുക. ബാക്കി അങ്ങോട്ട് ബാലൻസ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നമുക്ക് അത് അതുപോലെ തന്നെ ഇറക്കി ഇട്ടാൽ മതി. മനസ്സിലായോ? 2 ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി, പോയിന്റ് ഇറക്കിയിട്ടു. 4ഉം 0ഉം കൂടെ കൂട്ടിയാൽ 4. എഴുതുമ്പോൾ തുടങ്ങുമ്പോൾ ഒപ്പം തന്നെ തുടങ്ങുക. ബാലൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയിക്കോട്ടെ. അത് അതുപോലെ ഇറക്കിയിട്ടാൽ മതി. ഇതുപോലെ ഒന്നുകൂടെ ചെയ്യാം. 5 + 0.17 ഇങ്ങനെയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? 5 + 0 ഫസ്റ്റ് തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ എഴുതണം. 0.17 എന്ത് ചെയ്യുക? 7 ഇറക്കിയിടുക, 1 ഇറക്കിയിടുക, പോയിന്റ് ഇറക്കിയിടുക. 5 0 കൂടെ കൂട്ടി 5. അപ്പോൾ എത്ര കിട്ടി? 5.17 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകൾ എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്. പോയിന്റ് ഒരേ നിരയിൽ വരണം. എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് ഒപ്പമായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ദശാംശ സംഖ്യകൾ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക. 4.61 - 2.01. നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. കുറയ്ക്കലാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് കറക്റ്റായിട്ട് വരണം. എഴുതുന്നത് തുടക്കം കറക്റ്റായിട്ട് എഴുതണം. അത്രയേ ഉള്ളൂ. നോക്കുക. 4.61
2 പോയിന്റ് എവിടെ നിന്നാണ് എഴുതുക? 4ൻ്റെ താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 2.01. ഓക്കെ, കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ സാധാരണ കുറയ്ക്കുന്നത് പോലെ 1 നിന്ന് 1 പോയാൽ എന്താ 0, 6 നിന്ന് 0 പോയാൽ എന്താണ് 6 തന്നെ. പോയിന്റ് അതുപോലെ ഇറക്കിയിടുക. 4 നിന്ന് 2 പോയാൽ എത്രയാ 2. അപ്പം നമ്മുടെ ആൻസർ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം. 5.216 മൈനസ് ഇനി എന്താണ് 2 പോയിന്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? 5ൻ്റെ താഴെ നിന്ന് തന്നെ 2.82. ഇനി ഇവിടെ കുറയ്ക്കുമ്പോൾ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? അത് അതുപോലെ ഇറക്കിയിടുക. ഇനി 1 നിന്ന് 2 പോവോ? ഇല്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് കുറയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്? കടം എടുത്തിട്ട് അല്ലേ? അതുപോലെ തന്നെ 1 നിന്ന് 2 പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 1 കടം എടുക്കുക. അപ്പോൾ എത്രയാവും? 11 ആവും അല്ലേ? 11 നിന്ന് 2 പോയി കഴിഞ്ഞാൽ 9. കടം എടുത്ത് കുറയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നത് പഠിക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. 11 നിന്ന് 2 പോയി എത്രയാണ്? 9. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് കടം പോയപ്പോൾ ഇവിടെ എത്രയായി? 1 ആയി അല്ലേ? 1 നിന്ന് 8 പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പറിൽ നിന്ന് കടം എടുക്കണം. അപ്പോൾ ഇങ്ങോട്ട് 1 പോകുമ്പോൾ ഇവിടെ എത്രയായി? വീണ്ടും 11 ആയി. 11 നിന്ന് 8 പോയി എത്രയാണ്? 3. ഇവിടെ പോയിന്റ് ഉണ്ട്, അത് എഴുതാൻ മറക്കരുത്. ഇനി ഇവിടെ എത്രയായി? 5 നിന്ന് 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 4 ആയി. 4 നിന്ന് 2 പോയി എത്രയാണ്? 2. അപ്പം നമ്മുടെ ആൻസർ കിട്ടി. സാധാരണ കുറയ്ക്കുന്നത് പോലെ തന്നെ ഇടയിൽ പോയിന്റ് ഉള്ളത് ഇടാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ കടം എടുക്കുന്നതും എല്ലാം സാധാരണ പോലെ പോയിന്റ് ഇടയിലുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ ആണല്ലോ? ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഇവിടെ നോക്കുക. 9.218 മൈനസ് 0.31. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ 9.218 മൈനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9ൻ്റെ താഴെ തന്നെ ആയിരിക്കണം. 0.31. ഓക്കെ, ഇനി ഇവിടെ 8ൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? 8 അതുപോലെ ഇറക്കിയിടുക. 1 നിന്ന് 1 പോയി എത്രയാണ്? 0 ആണ്. 2ൽ നിന്ന് 3 പോവോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 9ൽ നിന്ന് 1 അങ്ങോട്ട് കടം എടുക്കണം. അപ്പോൾ ഇവിടെ എത്രയായി? 12 ആയി. 12ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 9. പോയിന്റ് അതുപോലെ ഇറക്കിയിട്ടു. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 8 ആയി. 8ൽ നിന്ന് 0 പോയാൽ 8 തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ ആയി 8.908. ഓക്കെ, സാധാരണ കുറയ്ക്കുന്നത് പോലെ. ഇനി 7.674 മൈനസ് 5. 5 എന്ന് പറയുമ്പോൾ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്യുക? 4 ഇറക്കിയിടുക, 7 ഇറക്കിയിടുക, 6 ഇറക്കിയിടുക. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ 0 എന്നാണ് അർത്ഥം. പോയിന്റ് അതുപോലെ ഇറക്കിയിട്ടു. 7ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 2. അപ്പം നമ്മുടെ ആൻസറായി 2.674. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ദശാംശ സംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും. നമ്മൾ സാധാരണ എങ്ങനെയാണോ കൂട്ടുന്നത്, എങ്ങനെയാണോ കുറയ്ക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇടയ്ക്കുള്ള പോയിന്റ് അതുപോലെ ഇടണം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പഠിച്ചു. ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ അല്ലാതെ മാറ്റുന്നതെന്ന് പഠിച്ചു അല്ലേ? ഒരു സാധാരണ സംഖ്യ എങ്ങനെയാണ് ദശാംശ സംഖ്യ ആവുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ദശാംശ സംഖ്യകളുടെ ഗുണനവും ഹരണവുമാണ്. ഇവിടെ നോക്കുക. ദശാംശ സംഖ്യകളുടെ ഗുണനം വളരെ ഈസിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.4 ഇൻറ്റു 2 അല്ലേ? ഇവിടെ പോയിന്റ് ആണ് അല്ലേ? ദശാംശ സംഖ്യയാണ്. 0.4 ഇൻറ്റു 2. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വയ്ക്കുക. പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പോയിന്റ് ഇല്ലാതെ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക. കിട്ടുന്ന ഉത്തരം ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇവിടെ 0.4 ഇൻറ്റു 2 ആണ് അല്ലേ? ഇവിടെ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് സംഖ്യ? 4ഉം 2ഉം. ആ 4ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. എത്രയാണ് ഉത്തരം? 8. 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 8 ആണ്. ഇനി ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ചോദ്യത്തിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് ഉള്ളത്. ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ മൊത്തം ചോദ്യത്തിൽ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമേ ഉള്ളൂ അല്ലേ? ഒരു സംഖ്യയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒരു സ്ഥാനം വേണം. അപ്പോൾ 8ന് തൊട്ട് മുന്നേ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയില്ലേ? അപ്പോൾ 0.8 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കാം. 0.4 ഇൻറ്റു 0.2. ഈ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതേ നമ്പർ തന്നെ എടുത്തത് കേട്ടോ. 0.4 ഇൻറ്റു 0.2. നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ
രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അതായത് പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. പോയിന്റ് ഇല്ലാത്ത സംഖ്യ എന്ന് പറയുമ്പോൾ 4ഉം 2ഉം 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 8 തന്നെയാണ്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്. ഇവിടെ എത്രയുണ്ട്? പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമുണ്ട് അല്ലേ. അപ്പം ടോട്ടൽ 2 സ്ഥാനം ഇല്ലേ ചോദ്യത്തിൽ? അപ്പം നമ്മുടെ ഉത്തരത്തിലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ 8 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.08 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 2.4 ഇൻറ്റു 0.2. ഇവിടെയും എന്താണ്? ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. പോയിന്റ് ഇല്ലാതെ സംഖ്യ എന്ന് പറയുമ്പോൾ 2.4 എന്നുള്ളത് പോയിന്റ് ഇല്ലാതെ എഴുതിയാൽ 24. ഇത് എത്രയാണ്? 0.2 എന്ന് പറഞ്ഞാൽ 2. ഇത് 2 തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടും? 4 2 8 2 2 4 48 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ 48 എന്നുള്ളത് നമ്മൾ എഴുതുക. ഇനി എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ചോദ്യത്തിൽ എന്ന് നോക്കാം. ഇവിടെ 2.4 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ 0.2 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. അപ്പോൾ ടോട്ടൽ എത്ര സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്? 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ ഉത്തരത്തിലും എന്ത് വേണം? 2 സ്ഥാനം വേണം. അപ്പോൾ 1 2 2 സ്ഥാനം കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. അപ്പോൾ 0.48 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നോക്കാം. 0.12 ഇൻറ്റു 0.12. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് ഇല്ലാതെ സ്ഥാനങ്ങൾ തമ്മിൽ ഗുണിക്കുക അല്ലേ, സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇവിടെയും 12 ഇവിടെയും 12. 12 ഇൻറ്റു 12 എത്രയാണ്? 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. അപ്പോൾ അത് നമുക്ക് എഴുതാം. 144 എന്ന് നമ്മൾ എഴുതി. അറിയാത്തവരുണ്ടെങ്കിൽ ഗുണിച്ച് നോക്കാം. 144. ഇനി എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് ചോദ്യത്തിൽ? ഇവിടെ പോയിന്റ് 1 2, ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെയും 1 2, ഇവിടെയും 2 സ്ഥാനമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 4 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര വേണം? 4 സ്ഥാനം വേണം അല്ലേ. അപ്പോൾ ഇവിടെ 1 2 3 സ്ഥാനമേ ഉള്ളൂ. 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു 0 കൂടി ഇട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.0144 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നമ്മുടെ ഉത്തരത്തിലും വേണം. പോയിന്റ് ഇല്ലാതെ, അപ്പോൾ എങ്ങനെയാണ് 2 ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക? പോയിന്റ് ഇല്ലാതെ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം ചോദ്യത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക. ദശാംശ സംഖ്യകളെ നമ്മൾ 10 100 1000 ഇങ്ങനെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഗുണിക്കാതെ തന്നെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. 3.2 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 3.2 ഇൻറ്റു 10. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോയിന്റ് ഇല്ലാത്ത സംഖ്യകൾ തമ്മിൽ ഗുണിക്കാം, എന്നിട്ട് പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? 32 ഇൻറ്റു 10. 32 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 320. ഇനി പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? ഒരു സ്ഥാനം. അപ്പോൾ അവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക എന്ന് പറയുമ്പോൾ 32 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു തന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 100 1000 ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഗുണിക്കേണ്ട ആവശ്യമില്ല. ഗുണിച്ചിട്ടാണെങ്കിലും ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. അല്ലാതെ ചെയ്യുവാണെങ്കിൽ ഇവിടെ 10 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നതെന്ന് വിചാരിക്കുക. 3.2നെ 10 കൊണ്ട് ഗുണിക്കുകയാണ്. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ പോയിന്റ് ഇവിടെ നിന്നും ഒരു സ്ഥാനം ഫ്രണ്ടിലോട്ട് നീങ്ങും. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു നമ്പർ ഹരിക്കുവാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ 12 ഹരിക്കണം 10 ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹരിക്കുന്ന സമയത്ത് 12 എന്ന് എഴുതി 10 കൊണ്ട് ഹരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനമാണ് ഉള്ളത്, ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടു അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. അതേ സംഭവം നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിനെ തന്നെ ഗുണിക്കുകയാണെങ്കിൽ 1.2 ഇൻറ്റു 10 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് എന്ത് ചെയ്യും? ഈ സ്ഥാനത്ത് നിന്ന് അടുത്ത സ്ഥാനത്തോട്ട് നീങ്ങുകയാണ് ചെയ്യുക. മനസ്സിലായോ പറഞ്ഞത്? ഹരിക്കുന്ന സമയത്ത് 12/10 എന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇടത്തോട്ടാണ് പോയിന്റ് നീങ്ങുന്നു പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ ഗുണിക്കുമ്പോൾ വലത്തോട്ട് നീങ്ങും ഒരു സ്ഥാനം. അപ്പോൾ 3.2 ഇൻറ്റു 10 ഇവിടെ ഒരു 0 ആണുള്ളത്. അതുകൊണ്ട് ഈ പോയിന്റ് എന്ത് ചെയ്യും? ഒരു സ്ഥാനം ഫ്രണ്ടിലോട്ട് പോകും എന്ന് പറയുമ്പോൾ 3.2 എന്നുള്ളത്
ഈ പോയിന്റ് 2ൻ്റെ അപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യും, 2ൻ്റെ അപ്പുറത്തോട്ട് പോകും. അപ്പുറത്തോട്ട് പോയിട്ട് കാര്യമുണ്ടോ? 32 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 32 എന്ന് തന്നെയാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 32 എന്ന് കിട്ടി. അടുത്തത് നോക്കാം ഒന്നുകൂടെ മനസ്സിലാവാനായിട്ട്. 3.2 ഇൻറ്റു 100. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 പൂജ്യം ഉണ്ട് അല്ലേ? 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്ര സ്ഥാനം മൂവ് ചെയ്യിക്കണം? 1, 2 സ്ഥാനത്തോട്ട് പോകണം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് 1, 2 സ്ഥാനത്തോട്ട് പോകണം. അപ്പോൾ എന്ത് ചെയ്യണം? 3, ദെൻ 2, പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അവിടെ ഒന്നുമില്ല അല്ലേ? ഇനി ഒരു സ്ഥാനവും കൂടെ കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു സ്ഥാനമേ ഉള്ളൂ, 2 സ്ഥാനം കഴിഞ്ഞിട്ട് വേണം പോയിന്റ്. അപ്പോൾ 3, 2 കഴിഞ്ഞ് ഒരു 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര വന്നു? 320 എന്ന് നമുക്ക് വന്നു. ഇനി ഇവിടെ നോക്കുക, 3.213 ഇൻറ്റു 1000. ഇത് 1000 എന്ന് പറയുമ്പോൾ 3 സ്ഥാനമുണ്ട്. 3 സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യും? 1, 2, 3 ഇവിടെ എത്തും അല്ലേ? 3ൻ്റെ ശേഷമാണ് വരിക. അപ്പോൾ 3 കഴിഞ്ഞ് 2, 1, 3 കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരിക. 3 കഴിഞ്ഞ് പോയിന്റ് വരിക എന്ന് പറയുമ്പോൾ 3213 തന്നെ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്, നമ്മൾ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഗുണിക്കുന്ന സമയത്ത് വലത്തോട്ടാണ്, എത്ര സീറോസ് ഉണ്ടോ അതിനനുസരിച്ച് വലത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പോയിന്റ് മൂവ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക. അടുത്തത് 3.43 ഇൻറ്റു 10. ഇവിടെ നമ്മൾ 10 കൊണ്ടാണ് ഗുണിക്കുന്നത് അല്ലേ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര വേണം? ഒരു സ്ഥാനമാണ് മൂവ് ചെയ്യേണ്ടത്. ഈ പോയിന്റ് ഒരു സ്ഥാനം മൂവ് ചെയ്യണം. ഇവിടെ 3 പോയിന്റാണ്. ഈ പോയിന്റ് ഇവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യണം? ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതായത് 4ന് ശേഷം വേണം പോയിന്റ് വരാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? 34.3 എന്ന് വരും. ഓക്കെ, ഒരു സ്ഥാനം നീക്കി പോയിന്റ് വരും. അടുത്തത് 1.421 ഇൻറ്റു 100. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 കഴിഞ്ഞ് 2 പൂജ്യമാണ് 100 എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് 2 സ്ഥാനം നീങ്ങും. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. അപ്പോൾ 2ന് ശേഷമാണ് പോയിന്റ് വരിക അല്ലേ? അപ്പോൾ 1, 4, 2 കഴിഞ്ഞ് പോയിന്റ് വന്നു 1. ഓക്കെ, അടുത്തത് നോക്കുക. 1.421 ഇൻറ്റു 1000. 1000 എന്ന് പറയുമ്പോൾ ഇവിടെ 3 പൂജ്യം ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് എങ്ങോട്ട് പോകും? 3 സ്ഥാനം കഴിഞ്ഞ് പോകും. അതായത് ഇവിടെ നിന്ന് 1, 2, 3 ഇവിടെ എത്തും അല്ലേ? അപ്പോൾ 1ന് ശേഷമാണ് പോയിന്റ് വരിക. അതായത് 1, 4, 2, 1 ശേഷം പോയിന്റ് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ 1421 എന്ന് തന്നെ ആൻസർ വരും. ഓക്കെ ആണല്ലോ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദശാംശ സംഖ്യകൾ 10, 100, 1000 എന്ന് പറയുന്ന സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എത്ര സീറോസ് ഉണ്ടോ എന്ന് നോക്കുക. അത്രയും സ്ഥാനം വലത്തോട്ടാണ് നീങ്ങുന്നത്. പോയിന്റ് എങ്ങോട്ടാണ്? വലത്തോട്ട്. ഹരിക്കുന്ന സമയത്ത് ഇടത്തോട്ടാണ് നീങ്ങുന്നത്. നമ്മൾ ഗുണിക്കുന്ന സമയത്ത് എങ്ങോട്ടാണ്? വലത്തോട്ടാണ് പോയിന്റ് നീങ്ങുക. ഇവിടെ നോക്കുക, ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. 36.5 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പോയിന്റ് ഉണ്ട് അല്ലേ? 10 കൊണ്ടാണ് നമ്മൾ ഗുണിക്കുന്നത്. സാധാരണ പോലെ ചെയ്യുവാണെങ്കിൽ 365 ഇൻറ്റു 10. അപ്പോൾ 3650 എന്ന് വരും. 0 ആയതുകൊണ്ട് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 365 എന്ന് വരും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ എങ്ങനെ ചെയ്യുക? 36.5 ആണ്. ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഒരു പൂജ്യമേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് എങ്ങോട്ട് മാറണം? ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങണം. അപ്പോൾ 36, ഈ പോയിന്റ് എങ്ങോട്ട് പോകും? 5ൻ്റെ അപ്പുറത്തോട്ട്, വലത്തോട്ട് ഒരു സ്ഥാനം നീങ്ങും. അപ്പോൾ 36, 5 എന്ന് എഴുതി പോയിന്റ് അപ്പുറത്താണ് വരിക. അതായത് 365 തന്നെയാണ് വരിക ആൻസർ. ഓക്കെ, എങ്ങനെ ചെയ്താലും ആൻസർ സെയിം തന്നെയാണ്. അടുത്തത് നോക്കാം. 36.521 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 100 എന്ന് പറയുമ്പോൾ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് എത്ര പ്രാവശ്യം വലത്തോട്ട് നീങ്ങണം? 2 തവണ നീങ്ങണം അല്ലേ? അപ്പോൾ ഈ പോയിന്റ് ഇവിടെ നിന്ന് 5ലോട്ട് ജമ്പ് ചെയ്ത് അവിടെ നിന്ന് 2ൻ്റെ ഇപ്പുറത്തോട്ട് വരും അല്ലേ? അപ്പോൾ 2 കഴിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ 36, 5, 2, പോയിന്റ് 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 3.642 ഇൻറ്റു 1000. ഇവിടെ 1000ന് 3 പൂജ്യമാണ്. അപ്പോൾ പോയിന്റ് എത്ര പ്രാവശ്യം പോകണം വലത്തോട്ട്? 3 തവണ. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി 3 പ്രാവശ്യം പോകുമ്പോൾ 2ന് ശേഷമാണ് പോയിന്റ് വരിക. അപ്പോൾ 3, 6, 4, 2 പോയിന്റ് ഇങ്ങനെ പോകും. പോയിന്റ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ് ഉത്തരം വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളുടെ ഗുണനം.
അപ്പോൾ സാധാരണ ഇപ്പോൾ 1.2 × 3.6 ഇങ്ങനെയുള്ള ദശാംശ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും തമ്മിൽ പോയിന്റ് ഇല്ലാതെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അതിനുശേഷം പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ടെന്ന് ചോദ്യത്തിലുള്ളത് എണ്ണിയിട്ട് അത്രയും സ്ഥാനം നീക്കി ഇടത്തോട്ട് അല്ലേ, ഇടത്തോട്ട് പോയിന്റ് ഇടുക. അതിനുശേഷം ഇപ്പം നമ്മൾ 100ഉം 1000ഉം 10ഒക്കെ വെച്ച് ഗുണിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? എത്രയാണോ സീറോസ് വരുന്നത് അത്രയും സ്ഥാനം വലത്തോട്ട് പോയിന്റ് നീങ്ങും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത്. ദശാംശ സംഖ്യകളുടെ ഹരണം പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള, അതായത് നമ്മൾ ദശാംശ സംഖ്യകൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നമ്പർ എടുത്തു, 365, ഒരു സാധാരണ സംഖ്യ. അതിനെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ 365നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 10 എന്ന് പറയുമ്പോൾ ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 36 പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം. എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ് വേണ്ടത്. അപ്പോൾ 365 എന്ന് എഴുതി. ഇവിടെ ഒരു സീറോ ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം വേണം. അപ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ടു. ഇനി ഇവിടെ 365 ഹരിക്കണം 100 ആണ്. അപ്പോൾ 365 എന്ന് നമ്മൾ എഴുതി. ഇവിടെ സീറോ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 2 സ്ഥാനം വേണം. അപ്പോൾ 2 സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 5, 6 അല്ലേ, 1, 2 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3.65 എന്ന് വരും. അടുത്ത 365 ഹരിക്കണം 1000. 1000 ആകുമ്പോഴോ 365 എന്ന് എഴുതുക. 1000 ആയതുകൊണ്ട് 3 പൂജ്യമുണ്ട്. സോ നമ്മുടെ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. അപ്പോൾ 1, 2, 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.365 എന്ന് വരും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. ഇനി ഇതേ സംഖ്യയെ നമുക്ക് സാധാരണ സംഖ്യ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമായതുകൊണ്ട് നമ്മൾ ഈ സംഖ്യയെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 36.5നെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 365 എന്ന് കിട്ടും. ഇങ്ങനെ ഇത് ക്രോസ് ആയിട്ട് അല്ലേ, 36.5നെ 10 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 365 കിട്ടും. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയതുകൊണ്ട്. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്, 3.65. അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 365 ആവും? 100 കൊണ്ട് ഗുണിച്ചാൽ. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമായതുകൊണ്ട് 2 സീറോ ഉള്ള സംഖ്യ, അതായത് 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും? ഇത് സാധാരണ സംഖ്യ ആവും, 365 ആവും. പോയിന്റ് പോകും. ഇനി 0.365 പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉള്ളത് കൊണ്ട് ഇതിനെ 3 പൂജ്യമുള്ള, അതായത് 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താവും? പോയിന്റ് മാറിയിട്ട് 365 എന്ന് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഹരിക്കുമ്പോൾ 10 കൊണ്ടും 100 കൊണ്ട് ഹരിക്കുമ്പോൾ 1000 കൊണ്ടും ഹരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യയെ ഗുണിച്ചിട്ട് സാധാരണ സംഖ്യയാക്കി മാറ്റുന്നത്? ഈ 2 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഹരണം നോക്കാം. ഇവിടെ നോക്കുക, 0.362 ഡിവൈഡഡ് ബൈ 0.2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിലെ പോയിന്റുകൾ മാറ്റണം. പോയിന്റ് എന്ത് ചെയ്യണം? മാറ്റണം. പോയിന്റ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു, ദശാംശ സംഖ്യയെ സാധാരണ സംഖ്യ ആക്കണമെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ടോ അത്രയും സീറോസ് ഉള്ള സംഖ്യ കൊണ്ട് ഗുണിക്കുക. അതായത് ഒരു സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ടെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ അത് സാധാരണ സംഖ്യയാവും. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാൽ സാധാരണ സംഖ്യയാവും. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണെങ്കിൽ 1000 കൊണ്ട് ഗുണിച്ചാൽ സാധാരണ സംഖ്യയാവും അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ 3 സ്ഥാനമുണ്ട്, 1, 2, 3. ഇവിടെ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഇവിടെ 1000 കൊണ്ടും ഇവിടെ 10 കൊണ്ടും ഗുണിക്കാൻ പറ്റുമോ പോയിന്റ് മാറ്റാനായിട്ട്? ഇല്ല. നമ്മൾ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ കിടക്കുന്ന ഒരു സംഖ്യയാണെങ്കിൽ നമ്മൾ മുകളിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മൾ താഴെയും ചെയ്യണം. അംശത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഛേദത്തിൽ ചെയ്യണം. എന്താണ് അംശം, എന്താണ് ഛേദം? ഭിന്നസംഖ്യ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. മുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സംഖ്യനെ മുകളിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ താഴെയും ചെയ്യണം. അപ്പോൾ ഇവിടെ 10, അതായത് 10 കൊണ്ട് ഗുണിക്കണോ 1000 കൊണ്ട് ഗുണിക്കണോ? നമ്മുടെ ഉദ്ദേശം എന്താണ്? 2 സംഖ്യകളുടെയും പോയിന്റ് മാറണം അല്ലേ. 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് 2 പോയിട്ട് എന്താവും? സാധാരണ 2 ആവും. പക്ഷെ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആവോ? ഇല്ല. 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് മാറിയിട്ട് ഇവിടത്തോട്ടേ മാറത്തുള്ളൂ അല്ലേ.
അപ്പോൾ വീണ്ടും അവിടെ പോയിന്റ് വരും. അപ്പോൾ രണ്ടിടത്തും പോയിന്റ് മാറണമെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കുക, രണ്ടിടത്തും എത്ര പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വരുന്നത് എവിടെയാണോ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക. മുകളിലെ സംഖ്യയും താഴെ സംഖ്യയും. അപ്പോൾ മുകളിൽ 3 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്, അതാണ് വലുത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മാറാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതിന് മുകളിലും താഴെയുള്ളതിന് എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഗുണിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 0.362 ഇൻറ്റു 1000 ചെയ്യുക, ഡിവൈഡഡ് ബൈ 0.2നെയും എന്ത് ചെയ്യുക? 1000 കൊണ്ട് ഗുണിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് സാധാരണ ഒരു സംഖ്യയായിട്ട് മാറും. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ്. അപ്പോൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് എന്താവും? പോയിന്റ് ഒക്കെ മാറിയിട്ട് 362 എന്ന് പറയുന്ന സാധാരണ സംഖ്യയായിട്ട് മാറി. ഡിവൈഡഡ് ബൈ പോയിന്റ് 2ന് എന്ത് സംഭവിക്കും? പോയിന്റ് 2നെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ഉള്ളതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഇത് എന്തായി? 2 ആയി അല്ലേ. 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം ആയതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഇത് 2 എന്ന് പറയുന്നത് നോർമൽ സംഖ്യയായി. ബാക്കി എത്രയുണ്ട്? 10 കഴിഞ്ഞ് ഇവിടെ ബാക്കി 2 0 ഉണ്ട്. ആ 2 0 ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 200 എന്ന് വന്നു. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ 362/200 എന്ന് കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് സാധാരണ രീതി, ചെയ്യുന്നതിൻ്റെ സാധാരണ രീതി. ഇനി ഇത് ട്രിക്സ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ, ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അത് നമ്മൾ ദശാംശ സംഖ്യകൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹരിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 362/200 എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ വെട്ടിച്ചുരുക്കണം അല്ലേ. അപ്പോൾ വെട്ടിച്ചുരുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വെട്ടിച്ചുരുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലാസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ബേസിക് മുതൽ ആദ്യം മുതൽ പഠിച്ചു പോവാണല്ലോ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിലും നമ്മൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ ക്ലാസ്സൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് വരുമ്പോൾ അതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ നിന്ന് തന്നെ നമുക്ക് വെട്ടിച്ചേർത്താക്കാം. എങ്ങനെയാണ്? ഇവിടെ 200 ഉണ്ട്, ഇവിടെ 362 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, 200 ഇവിടെ എത്ര പ്രാവശ്യമാണ് പോകുന്നത്? ഇവിടെ നോക്കുക, 2 അല്ലേ. 2 എന്ന് പറയുന്നത് ഇവിടെ 36 പോകുമല്ലോ. 2 36 എത്ര പ്രാവശ്യം പോകും? 18 പ്രാവശ്യം പോകും അല്ലേ. 18 2 36. ഇനി ഇവിടെ എത്ര പോകും? 2ൽ 2 1 പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ 181 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 പോയിട്ടുള്ളൂ, ബാക്കി ഇവിടെ എന്തുണ്ട്? 100 ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ആ 100 ഇവിടെ എഴുതാം. 181 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് എഴുതി. 181 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു സംഖ്യയും 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം, ഇവിടെ 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. അതായത് 181 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ 1 2 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 1.81 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ഹരിച്ചത്? നമ്മൾ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലെയും താഴെയും പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം നോക്കി, അത് ഏറ്റവും കൂടുതൽ സ്ഥാനം ഏതിനാണോ ആ സംഖ്യ കൊണ്ട്, അതായത് 1000 ആണെങ്കിൽ 1000 കൊണ്ട് താഴെയും മുകളിലെയും ഗുണിച്ചു, പോയിന്റ് ഒക്കെ മാറ്റി ഹരിച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 1.81 എന്ന് കിട്ടി. അടുത്തത് ചെയ്ത് നോക്കാം. 0.48 ഡിവൈഡഡ് ബൈ 0.12. ഇവിടെ നമുക്ക് ഈസിയാണ്. കാരണം എന്താണ്? മുകളിലും താഴെയും പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ്? 2 സ്ഥാനമാണ്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടും എന്ത് ചെയ്യാം? നോർമൽ സംഖ്യയാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമ്മൾ 100 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു? 100 കൊണ്ട് തന്നെ ഗുണിച്ചു. രണ്ടിടത്തും ഒരേതായതുകൊണ്ട് ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതെന്താവും? 48 ആവും. ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ആയതുകൊണ്ട് ഇത് 12 ആയിട്ട് മാറും. അപ്പോൾ 48 ഡിവൈഡഡ് ബൈ 12 ആയി. 48 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് എത്രയാണ്? 4 12 ആണ് 48 അല്ലേ. അപ്പോൾ 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റി. രണ്ടിടത്തും ഒരേ പോയിന്റ് കഴിഞ്ഞ് ഒരേ സ്ഥാനം ആയതുകൊണ്ട്, ഒരേ നമ്പർ ആയതുകൊണ്ട് അല്ലേ. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. അടുത്തത് നോക്കുക, 0.6 ഡിവൈഡഡ് ബൈ 0.2. ഇത് വളരെ ഈസിയാണ് അല്ലേ. പോയിന്റ് കഴിഞ്ഞ് ഇവിടെയും ഒരു സ്ഥാനമാണ്, ഇവിടെയും ഒരു സ്ഥാനമാണ്. അപ്പോൾ രണ്ടിടത്തും എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 0.6 ഡിവൈഡഡ് ബൈ 0.2, ഇവിടെ ഇൻറ്റു 10, ഇവിടെയും ഇൻറ്റു 10 ചെയ്യുമ്പോൾ ഇത് 6 ആവും, ഇത് 2 ആവും. 6/2 = എത്രയാണ്? 3 എന്ന് നമുക്ക് കിട്ടും. വളരെ ഈസിയാണ്. അടുത്തത് 0.1728 ഡിവൈഡഡ് ബൈ 0.36. ഇതാണ് നമുക്ക് കുറച്ച് പാടല്ലേ. ഇവിടെ എന്ത് ചെയ്യുക?
പോയിന്റ് കഴിഞ്ഞ് സ്ഥാനം നോക്കുക. 1 2 3 4. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട്. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? 2 സ്ഥാനമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലും താഴെയും ഒരുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലുതെടുക്കണം. വലുതെടുത്തിട്ട് ഇവിടെയും ഇവിടെയും ഗുണിക്കുക. ഇവിടെ 4 സ്ഥാനമുള്ളതാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ 4 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇവിടുത്തെ പോയിന്റ് മാറുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? 4 0 എന്ന് പറയുമ്പോൾ 10,000 കൊണ്ട് ഇവിടെയും ഗുണിക്കണം, 10,000 കൊണ്ട് ഇവിടെയും ഗുണിക്കണം. ഇത് മനസ്സിലായല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സംഖ്യ എന്തായിട്ട് മാറും? 4 സ്ഥാനം ആയതുകൊണ്ട്, പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം ആയതുകൊണ്ട് ഇത് നോർമൽ സംഖ്യയായിട്ട് മാറി. ഡിവൈഡഡ് ബൈ 36നെ 2 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പം 100 കൊണ്ട് ഗുണിച്ചാൽ തന്നെ ഇതെന്തായി? 36 ആയിട്ട് മാറി. ബാക്കി ഇവിടെ 2 0 ഉണ്ട്, അതിവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ 4 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ്, ഇവിടെ 2 സ്ഥാനം. അപ്പോൾ മുകളിലും താഴെയും ഒരുപോലെ ചെയ്യണം. 4 ആയത് വലുത് അല്ലേ? അപ്പോൾ വലുത് വരുന്നത് 10,000 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. മുകളിലെ സംഖ്യ 4 സ്ഥാനമായതുകൊണ്ട് അത് സാധാരണ സംഖ്യ 1728 ആയിട്ട് മാറി. 36നെ 2 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ അത് 36 ആയി. ബാക്കി 2 0 ഉണ്ട്, അത് ഇട്ട് കൊടുത്തു. ഓക്കെ, 3600 എന്ന് കിട്ടി. ഇനി ഇവിടെ എങ്ങനെയാണ് ഇത് വെട്ടിച്ചുരുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ 36ലും ഇതിലും കൂടെ കോമൺ ആയിട്ട് പോകുന്നത് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 9 പോകും അല്ലേ? 6 3 9. ഇവിടെ 8 2 10 7 18 1 10 അല്ലേ? അപ്പോൾ 8 2 10, 10 7 17 1 18. ഇവിടെ 18, ഇവിടെ 6 3 9. രണ്ടും 9ന്റെ ഗുണിതങ്ങളാണ്. ഇങ്ങനെ ഉള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ കിട്ടുന്ന സംഖ്യ 9ന്റെ ഗുണിതമാണെങ്കിൽ അത് 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. നിശേഷ ഹരണത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൽ കറക്റ്റായിട്ട് 9 പോകും. അപ്പോൾ എത്ര പ്രാവശ്യം പോകും? 36ൽ 9 4 പ്രാവശ്യം. 4 9 ആണ് 36. 17ൽ എത്ര പ്രാവശ്യമാണ് 9 പോവുക? ഒരു പ്രാവശ്യമേ പോവുള്ളൂ. അപ്പോൾ ഒരു 17 17. സോറി, ഒരു 9 9. ബാക്കി 17ൻ്റെ ബാക്കി എത്രയുണ്ട്? 8 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ 8 ഇവിടെ ഉണ്ടാവും. അപ്പോൾ 82 എന്ന് വരും. 82ൽ എത്ര പ്രാവശ്യം പോകും? 9. 82ൽ 9 9 81 ആണ്. അപ്പോൾ 82ൽ 9 പ്രാവശ്യം പോകും. 9 9 81. ബാക്കി എത്രയുണ്ട്? 82ൽ ബാക്കി 1 ഉണ്ട്. ആ 1 ഇവിടെ പോകും. അപ്പോൾ ഇത് 18 ആയി. 18ൽ എത്ര പ്രാവശ്യം പോകും? 9. 2 പ്രാവശ്യം. 2 9 18 എന്ന് വന്നു. അപ്പോൾ 192. ഈ വെട്ടിച്ചുരുക്കുന്ന മെത്തേഡ് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വെട്ടിച്ചുരുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടിട്ട് താഴെ ലിങ്ക് കൊടുക്കും, കാണാം. അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 192 എന്ന് നമുക്ക് കിട്ടി വെട്ടിച്ചുരുക്കിയപ്പോൾ. ഇവിടെ എത്രയുണ്ട്? 400 ഉണ്ട് അല്ലേ? 192 ഡിവൈഡഡ് ബൈ 400 എന്ന് കിട്ടി. ഇനി ഇതിനെയും നമുക്ക് വെട്ടിച്ചുരുക്കാലോ. എങ്ങനെയാണ് വെട്ടിച്ചുരുക്കുന്നത്? ഇവിടെ 400 ആണ്, ഇവിടെ 192 ആണ്. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് പോകാൻ പറ്റിയത് ഏതാണ്? 4 പോവും. 4 പോവും അല്ലേ? 4 എത്ര പ്രാവശ്യം പോകുന്നു? ഇവിടെ 100 അല്ലേ? 100 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം പോകും? 4. ഇവിടെ 4 4 16. ബാക്കി എത്രയുണ്ട്? 3. 32ൽ എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം പോകും അല്ലേ? അപ്പം 8 4 32. അപ്പം 48 ബൈ ഇവിടെ എത്രയാണ്? 100 ആണ് ഉള്ളത്. അപ്പോൾ 48 ബൈ 100 എന്ന് പറയുമ്പോൾ ഇവിടെ 2 0 ആണ്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം വേണം? 2 സ്ഥാനം വേണം. അപ്പോൾ എന്ത് ചെയ്യുക? 48 ഇവിടെ ഉണ്ട്. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 1 2 നോക്കിയിട്ട് പോയിന്റ് ഇടുക. പോയിന്റ് 48 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ 192 ഡിവൈഡഡ് ബൈ 400 എങ്ങനെയാണ് ചെയ്തത്? ഇപ്പോൾ ഇവിടെ നോക്കുക, 4 ഒരു പ്രാവശ്യം. ഇവിടെ 4 4 16. ബാക്കി എത്രയുണ്ട്? 3 ഉണ്ട്. ആ 3 ഇവിടെ വരുമ്പോൾ 32. 32ൽ 8 പ്രാവശ്യം. 8 4 32. അപ്പോൾ 48 ബൈ 100 എന്ന് പറയുന്നത് എത്രയാണ്? 0.48 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്തൊരു നമ്പർ നോക്കുക, 0.567 ഡിവൈഡഡ് ബൈ 9. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 3 സ്ഥാനമാണ്. ഇവിടെ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കുമ്പോൾ 2 ഭാഗത്തും ഗുണിക്കണം അല്ലേ? അപ്പോൾ ഇവിടുത്തെ പോയിന്റ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? 3 0 ഉള്ള, അതായത് 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് രണ്ടിനെയും നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമായതുകൊണ്ട് 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? നോർമൽ സംഖ്യയായിട്ട് മാറും. 567 ആയിട്ട് മാറും. താഴെയോ 9നെ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 9000 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ 9 പോകും അല്ലേ? 9 9ൽ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം.
56-ൽ 9 എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യം അല്ലേ? 6 9 54. ബാക്കി എത്രയുണ്ട്? 54 കഴിച്ചാൽ ബാക്കി 2 ഉണ്ട്. ആ 2 ഇവിടെ പോകും. അതായത് ഇവിടെ എന്തായി? 27ആയി. 27-ൽ എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 3 9 27 അല്ലേ? അപ്പോൾ 63 ഡിവൈഡഡ് ബൈ ഇവിടെ എന്തുണ്ട്? 1000 ഉണ്ട്. 63 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ എന്താണ്? 63 ഇവിടെ ഉണ്ട്. ഇവിടെ 3 0 ആയതുകൊണ്ട് 3 സ്ഥാനം നീക്കി പോയിന്റ്. അപ്പോൾ 1 2 3 ഇല്ലാത്തതുകൊണ്ട് ഒരു 0 ഇട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. 0.063 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്, നമ്മൾ ദശാംശ സംഖ്യകൾ ഹരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? മുകളിലെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക, താഴെയും പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വരുന്നത് ഏതാണോ അത്രയും 0 ഉള്ള സംഖ്യ കൊണ്ട് മുകളിലെയും താഴെയും ഗുണിക്കുക. പോയിന്റ് കളയുക. നമുക്ക് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ ഞാൻ പറഞ്ഞു ട്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ വീഡിയോസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുക, അത് പോയി കണ്ടു നോക്കുക. ഓക്കെ.